കേരളത്തിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പല തട്ടിക്കൂട്ടിയ സർവേകളും പുറത്തു വരികയാണ്. ഈ സർവേകളിൽ ഭൂരിഭാഗവും പെയ്ഡ് സർവേകളാണ്, പൈസ കൊടുത്തിട്ടുണ്ടാക്കിയിരിക്കുന്ന സർവേകളാണ്, ഒരു വിശ്വാസ്യതയില്ലാത്ത സർവേകളാണ്. ഇത് പാർലമെന്റ് ഇലക്ഷൻ അങ്ങനെ തന്നെയായിരുന്നു. പാർലമെന്റ് ഇലക്ഷൻ നിങ്ങൾക്കറിയാം, പാലക്കാട് ശ്രീ വി.കെ. ശ്രീകണ്ഠൻ 3-ാം സ്ഥാനത്ത് പോകും എന്നാണ് സർവേ പറഞ്ഞത്. അദ്ദേഹം 2 പ്രാവശ്യമായിട്ട് MP ആണ് അവിടെ. ഇപ്രാവശ്യം 85,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ MP ആയത്. 2019 എറണാകുളത്ത് ശ്രീ ഹൈബി ഈഡൻ പരാജയപ്പെടുമെന്നും പി രാജീവ് അവിടെ ജയിക്കും എന്നുമാണ് പാർലമെന്റ് ഇലക്ഷനിൽ പറഞ്ഞത്. എറണാകുളത്ത് അന്നത്തെ റെക്കോർഡ്, ഹൈബി പിന്നെ റെക്കോർഡ് തിരുത്തി, ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ 1,60,60,000 വോട്ടിനാണ് ഹൈബി ഈഡൻ ജയിച്ചത്. ഷാഫി പറമ്പിൽ വടകരയിൽ തോറ്റുപോകുമെന്നാണ് പറഞ്ഞത്. പല സർവേകളും, പ്രധാനപ്പെട്ട സർവേകളൊക്കെ, ഇപ്പോൾ വരുന്ന ഈ സർവേകളൊക്കെ തോറ്റുപോകുന്നാണ് പറഞ്ഞത്. 1,25,000 വോട്ടിനാണ് ഷാഫി പറമ്പിൽ ജയിച്ചത്. ഈ സർവേകളിലൊന്നും ഒരു കാര്യമില്ല. ഇത് പലതും നമുക്കറിയാം തട്ടിക്കൂട്ടിയ സർവേകളാണ്. യഥാർത്ഥത്തിലുള്ള ജനവികാരം പ്രതിഫലിക്കുന്ന സർവേകളല്ല. ജനവികാരം കൃത്യമാണ്. ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടെ ഒരു തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിലും 100-ലധികം സീറ്റുമായി UDF ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരും, ഒരു സംശയമില്ല.